എന്തായാലും NSSന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് നേരത്തെയും കോൺഗ്രസ് വളരെ കരുതലോടുകൂടിയുള്ള പ്രതികരണം തന്നെയാണ് നടത്തിയിരുന്നത്. അദ്ദേഹത്തെ വിമർശിക്കാൻ തയ്യാറായിരുന്നില്ല. നേരിട്ടൊരു വിമർശനവും നടത്താതെ സർക്കാരിനെ കുറ്റപ്പെടുത്തി മറുപടി നൽകിയതൊക്കെ നമ്മൾ കണ്ടതുമാണ്. KR സാജു തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സാജു, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമല്ല NSSന്റേത് എന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ മുൻപുള്ള നിലപാടിൽ നിന്ന് പിന്നോക്കം മാറിയൊരു U-ടേൺ എടുക്കുകയാണോ? അത് കേരള രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം എന്നാണ്? UDF-ന് ആശ്വാസകരമായൊരു നിലപാടാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് സമദൂരത്തിൽ നിന്നും സുകുമാരൻ നായരും NSSും വഴിമാറി എന്ന നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ, വിലയിരുത്തലുകൾ വരുന്നതിനിടയിലാണ് ഇന്ന് മീഡിയ വണ്ണിനോട് സംസാരിക്കുമ്പോൾ തന്റെ നിലപാട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സ്വീകരിച്ചത് അല്ല, ഒരു സാമൂഹ്യ സംഘടന എന്ന നിലയിൽ സർക്കാരിനോട് സഹകരിക്കുകയാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനം അദ്ദേഹം നൽകുന്നത്. സ്വാഭാവികമായും അവിടെ കോൺഗ്രസിന് ചില ആശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു കോൺഗ്രസ് നേതാക്കൾ വളരെ അവധാനതയോടെ സൗമ്യതയോടുകൂടി പിണക്കമില്ലാതെ ചേർത്ത് പിടിച്ച് ഒക്കെയാണ് NSSുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രതികരണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ അപ്പോഴും ചില പരിഭവങ്ങൾ മാത്രമാണ് കോൺഗ്രസിന് മുന്നിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇപ്പോഴും വെക്കുന്നത്. ഒരു കോൺഗ്രസ് നേതാവും തന്നെ വിളിച്ചിട്ടില്ല എന്നതടക്കമുള്ള പരിഭവങ്ങൾ ആവർത്തിക്കുന്നും ഉണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, NSS ഇപ്പോൾ സർക്കാർ പക്ഷത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതിൽ ആർക്കും ഒരു സംശയമില്ല. കാരണം സഹകരണം തുടരും എന്ന് പറയുന്നതിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അവർ സമദൂരത്തിന്റെ പാതയിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന സന്ദേശം കൂടി നൽകാൻ ശ്രമിക്കുന്നുണ്ട് NSS നേതൃത്വം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുതലുള്ള ഇന്ന് വരെയുള്ള പ്രതികരണങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടെ NSSന് ചില നിലപാട് ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒപ്പം സുപ്രീം കോടതിയിൽ സർക്കാർ നിലപാട്, അതായത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായ നിലപാട് റിവ്യൂ ഹർജി വരുന്ന സമയത്ത് തിരുത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങളുണ്ട്. അത് സംബന്ധിച്ച ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് NSS ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പൊതുവെ. പക്ഷേ അപ്പോഴും കോൺഗ്രസ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് കേന്ദ്രത്തിലോ അതോ സംസ്ഥാനത്തോ ഇപ്പോൾ അധികാരത്തിലില്ലാത്ത തങ്ങൾക്കെതിരെ ഇത്ര കടുത്ത വിമർശനം NSS നേതൃത്വം, പ്രത്യേകിച്ച് സുകുമാരൻ നായർ ഉയർത്തുന്നത് എന്നാണ് ചോദ്യം. ശബരിമലയുമായി ബന്ധപ്പെട്ടോ വിശ്വാസ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടോ വിശ്വാസം സംരക്ഷിക്കുന്ന കാര്യത്തിലോ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നിലപാട് മാറ്റം കോൺഗ്രസിന്റെയോ UDF-ന്റെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ തങ്ങളെ എന്തിനു കുറ്റപ്പെടുത്തണം എന്ന ചോദ്യമാണ് ഇപ്പോഴും NSS നേതൃത്വത്തിന് മുന്നിൽ കോൺഗ്രസ് വെച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, അതുപോലെ തന്നെ NSSനോട് ഉള്ള ചോദ്യങ്ങൾ പോലും NSSനോടല്ല കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്, അത് സർക്കാരിനോട് എന്ന നിലയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതൊക്കെ തന്നെ NSSനെ കൂടുതൽ പിണക്കത്തിലേക്ക് നയിക്കരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസ് നീങ്ങിയത് എന്നത് വസ്തുതയാണ്. ഇന്നലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ NSSുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചില ആശയവിനിമയങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ ജോസി സൂചിപ്പിച്ചതുപോലെ ധൃതി പിടിച്ച് കൂടിക്കാഴ്ചക്കായി പെരുന്നയിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഓടില്ല എന്നത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യുക. സുകുമാരൻ നായരോ NSSോ കൂടുതൽ പിണങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ പോകരുത്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോകുകയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നീക്കങ്ങൾ പിന്നീട് നടത്താം എന്നുള്ളത് കൂടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ സുകുമാരൻ നായരുടെ സർക്കാർ അനുകൂലമായ നിലപാടിനും ഒപ്പം UDF-നും കോൺഗ്രസിനുമെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾക്കും പിന്നിൽ എന്താണ് എന്ന കാര്യത്തിലുള്ള ഒരമ്പരപ്പ് അല്ലെങ്കിൽ ഒരാശയക്കുഴപ്പം ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. പക്ഷേ അവർ അത് പ്രകടിപ്പിക്കാതെ NSSന്റെ നിലപാടിനോടൊപ്പം ചേർന്നു പോകുന്നതാണ് കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ച നിലപാട് എന്ന് ചൂണ്ടിക്കാണിച്ച് അത് NSSന്റെ അണികളെ കൂടി ഓർമ്മപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ലക്ഷ്യമിടുന്നത്. മറുഭാഗത്ത് സംസ്ഥാന സർക്കാരാകട്ടെ NSSന്റെ ഇപ്പോഴത്തെ സമീപനം അവർക്ക് കിട്ടിയ ഒരു ലോട്ടറി എന്ന നിലയ്ക്ക് തന്നെ കണക്കാക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം അത് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NSSനെ കൂടുതൽ എങ്ങനെയൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നതാണ് സർക്കാർ തലത്തിൽ നടക്കുന്ന ആലോചനയും. അപ്പോഴും NSS കോൺഗ്രസിന് മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ല എന്നത് NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്നുകൂടി വ്യക്തമാണ്. ഇതിനൊപ്പം നമ്മൾ കാണേണ്ടത് NSSനുള്ളിലും സുകുമാരൻ നായർ എടുക്കുന്ന ഈ നിലപാടിനോട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ട്.